ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഭഗവാൻ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം പുഷ്പങ്ങളും സമുദ്രജലവും കൊണ്ട് ലക്ഷ്മണൻ കർമ്മസാക്ഷിയായി വിഭീഷണനെ അഭിഷേകം ചെയ്ത് ലങ്കാധിപതിയായി വാഴിച്ചു. സുഗ്രീവൻ അഭിഷേക ചിഹ്നമായി മാലയണിയിച്ച് വിഭീഷണനെ ലങ്കാരാജനായി അംഗീകരിച്ചു. രാമൻ അരുളി ചെയ്തു: വിഭീഷണ, സുഗ്രീവനും താങ്കളും ഇനിമേൽ അയൽ രാജ്യങ്ങളിലെ അധിപതികൾ, സുഹൃത്തുക്കളായി എന്നും വർത്തിക്കണം. സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയും എൻ്റെ നാമവും നിലനിൽക്കുന്ന കാലത്തോളം എൻ്റെ ഭക്തനും ഭാഗവതോത്തമനുമായ അങ്ങ് ലങ്കാധിപതിയായി വാഴ്ത്തപ്പെടും. അങ്ങയുടെ കൂടെ വന്ന അമാത്യന്മാരും ഇനിമേൽ സുഗ്രീവന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. സുഗ്രീവൻ പറഞ്ഞു: ലങ്കാധിപതി, ഇന്നു മുതൽ അങ്ങ് രാമഭക്തന്മാരിൽ മുമ്പനായി ഭവിച്ചിരിക്കുന്നു. രാവണ നിധനാർത്ഥം അങ്ങും ഞങ്ങളുടെ കൂടെ ലങ്കയിലേക്ക് വരണം. ഞങ്ങൾ മുമ്പേ നടക്കാം. അങ്ങും അമാത്യന്മാരും ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. രാമകാര്യാർത്ഥം എന്തു ചെയ്യാനും എവിടെ പോകാനും തനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് വിഭീഷണൻ സർവാത്മന സമ്മതിച്ചു. വാനരവൃന്ദം പിന്നീട് നവാതിഥികളും ഒരുമിച്ച് മധുര പക്വഫലങ്ങളും പാനീയങ്ങളും കഴിച്ച് അവരുടെ മൈത്രി ബന്ധം ദൃഢമാക്കി. ഈ വിവരങ്ങളെല്ലാം രാവണചാരനായ ശാർദൂലൻ യഥാവസരം തന്റെ സ്വാമിയെ ധരിപ്പിച്ചു. അന്ന് രാമന്റെ ആവശ്യപ്രകാരം വിഭീഷണൻ ലങ്കയെക്കുറിച്ചൊരു ലഘുവിവരണം നൽകി. ലങ്കയുടെ ഐതിഹ്യപരമായ ഉത്ഭവം ഇപ്രകാരമാണ്. പണ്ട് വാസുകിയും വായുദേവനും തമ്മിൽ ആർക്കാണ് ബലാധിക്യം എന്നതിനെ കുറിച്ചൊരു മത്സരം നടന്നു. താനാണ് ബലവാനെന്ന് സമീരണനും അതല്ല താനാണ് ബലവാനെന്ന് സർപ്പരാജനും വാദിച്ചു. അവരുടെ വാദമത്സരത്തിന് മഹേന്ദ്രൻ മധ്യസ്ഥത വഹിച്ചു. മഹാമേരു പർവ്വതത്തിന്റെ സഹസ്ര ശൃംഗങ്ങളെയും വാസുകി തൻ്റെ ഭണസമൂഹങ്ങളാൽ അമർത്തിപ്പിടിക്കുക. അപ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ശൃംഗത്തെ തൻ്റെ ശക്തി കൊണ്ട് അടർത്തി തെറിപ്പിക്കാൻ വായുവിന് കഴിയുമെങ്കിൽ വായു ബലവാനാണെന്ന് വിധിക്കാമെന്ന് വാസവൻ അഭിപ്രായപ്പെട്ടു. അതനുസരിച്ച് ഉരകനാഥൻ തൻ്റെ പത്തികൾ കൊണ്ട് ഉന്നത ശൃംഗങ്ങളെ അമർത്തിപ്പിടിച്ചു. അവയിൽ ഒന്നിനെ ഇളക്കാൻ മാരുതനും മതിച്ച ശക്തിയോടെ കിണഞ്ഞ് പരിശ്രമിച്ചു. ഫലിച്ചില്ല. സമയവും വളരെ കഴിഞ്ഞു. കൊടുങ്കാറ്റായി അടിച്ചുകൊണ്ടിരുന്ന അനിലൻ അല്പമൊന്നടങ്ങി. വായു പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ധരിച്ചുകൊണ്ട് വാസുകി വിശ്രമാർത്ഥം തൻ്റെ ഭണങ്ങൾ മെല്ലെയൊന്നുയർത്തി. ആ തക്കം നോക്കി കൗശലക്കാരനായ പവനൻ ഒരു പ്രചണ്ഡവാദമായി ചുറ്റിയടിച്ച് ആ ശൃംഗസഹസ്രങ്ങളിൽ ഒന്നിനെ അടർത്തിയെടുത്ത് അടിച്ചു പറപ്പിച്ചു. അത് തെറിച്ചു വന്ന് ദക്ഷിണ സമുദ്രത്തിൽ കിടന്നിരുന്ന ത്രികൂട പർവ്വതത്തിന്റെ മുകളിൽ വന്നു വീണു. ആ മേരുശൃംഗമാണ് ലങ്കയായി തീർന്നത്. ആദ്യം അത് രാക്ഷസ സങ്കേതമായിരുന്നു. പിന്നീട് അത് വൈശ്രവണന്റെ രാജധാനിയായി തീർന്നു. അദ്ദേഹമാണ് മനോഹര ലങ്കയുടെ യഥാർത്ഥ നിർമ്മാതാവ്. പിന്നീട് രാവണൻ വാഴാൻ തുടങ്ങിയപ്പോൾ 7ഉം 8ഉം നിലകളോടുകൂടിയ അനവധി മണിമന്ദിരങ്ങൾ അവിടെ ഉണ്ടായി. വീക്ഷകന്റെ കണ്ണും കരളും ആകർഷിക്കത്തക്ക വിധം രാവണ മണിഹർമ്മ്യമാണെങ്കിലോ സർവത്ര കനകമയമാണ്. പ്രഹസ്തൻ, മഹോദരൻ, സുപാർശ്വൻ തുടങ്ങി 64 മന്ത്രിമാരാണ് രാവണനുള്ളത്. അവർ സേനാപതികളും കൂടിയാണ്. 4 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാൽ ലങ്ക ശത്രുക്കൾക്ക് അപ്രാപ്യവും സുരക്ഷിതവുമാണ്. രാവണൻ ശിവഭക്തനും കാളീഭക്തനുമായതിനാൽ അനവധി ശിവക്ഷേത്രങ്ങളും ദുർഗാലയങ്ങളും അവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. രാവണന് മണ്ഡോദരി എന്നും ധന്യമാലയെന്നും 2 പത്നിമാരുണ്ട്. മണ്ഡോദരി അസുരശില്പിയായ മയന്റെ പുത്രിയാണ്. അവർക്ക് 2 പേർക്കും പുറമെ അദ്ദേഹം പരസഹസ്രം പരനാരിമാരെ തന്റെ കാമരാക്ഷസന് ബലിമൃഗമായി അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. മേഘനാഥൻ, ത്രിശിരസ്, അക്ഷകുമാരൻ എന്ന 3 പേരും മണ്ഡോദരിയിൽ ഉണ്ടായ പുത്രന്മാരാണ്. ദശവദന പുത്രനായ ത്രിശിരസ് ധന്യമാലയുടെ വളർത്തുപുത്രനാണ്. അനുജനായ കുംഭകർണൻ ജ്യേഷ്ഠനെ പോലെ ദുഷ്ടനും ദുർമതിയുമല്ല. അദ്ദേഹം സദാ നിദ്രാലുവാണെങ്കിലും ധർമ്മിഷ്ഠനും നീതിമാനുമാണ്. എന്നാലും ജ്യേഷ്ഠന്റെ ഹിതത്തിന് അത് തെറ്റായാലും ശരിയായാലും വിരുദ്ധമായി നിൽക്കാറില്ല. കുംഭകർണന്റെ പുത്രന്മാരായ
കുംഭ നികുംഭന്മാർ തനി രാവണ പക്ഷപാതികളും ദുഷ്ടബുദ്ധികളുമാണ്. വിഭീഷണൻ ഇത്രയും പറഞ്ഞ് നിർത്തി. ദശഗ്രീവൻ ശുകൻ എന്ന ഒരു നിശാചരനെ തന്റെ സന്ദേശവാഹകനും ദൂതനുമായി സുഗ്രീവ സന്നിധിയിലേക്ക് അയച്ചു. തന്റെ മിത്രമായ ബാലിയുടെ അനുജനായ സുഗ്രീവനുമായി രാവണന് മറ്റ് ശത്രുതകളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് രാമന്റെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് പോന്നു എന്നൊരു കാരണം കൊണ്ട് ലങ്കാധിപതിയോട് വൈരാഗ്യത്തിന്റെ ആവശ്യമില്ലെന്നും അതുകൊണ്ട് ലങ്കയിലേക്ക് യുദ്ധത്തിനായി വരരുതെന്നും ദൂതൻ മുഖാന്തരം രാവണൻ സുഗ്രീവനെ അറിയിച്ചു. അവൻ ദൂതനല്ല, പക്ഷിവേഷത്തിൽ വന്നിരിക്കുന്ന രാക്ഷസചാരനാണ് എന്ന് പറഞ്ഞ് മർക്കടന്മാർ അവനെ ആകാശത്തിൽ നിന്ന് ചാടി പിടിച്ചെടുത്ത് ഒരു വള്ളി കൊണ്ട് മരത്തിൽ കെട്ടിയിട്ടു. ശുകന്റെ ബന്ധന വാർത്ത അപ്പോൾ തന്നെ ശാർദൂലൻ ലങ്കാധിപതിയെ അറിയിച്ചു. രാമലക്ഷ്മണന്മാരും കപിപ്രവരന്മാരും വിഭീഷണനും എല്ലാവരും ചേർന്ന് ഏത് വിധത്തിലാണ് അർണവം കടക്കേണ്ടതെന്ന് ആലോചന ആരംഭിച്ചു. സമുദ്രരാജനായ വരുണനെ വരുത്തിയാൽ അദ്ദേഹം നമുക്ക് പോകാനുള്ള വഴി തരും എന്ന് വാനരവൃന്ദം ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടു. ശരി, അങ്ങനെ തന്നെ ചെയ്യാം. രഘുപതിയും അവരുടെ അഭിപ്രായത്തോട് യോജിച്ചു. രാമൻ വാരിധി തീരത്തിൽ കിഴക്കോട്ടു നോക്കി വാരിജ നയനങ്ങൾ അടച്ച് 3 ദിവസം അഹോരാത്രം വരുണനെ ധ്യാനിച്ചു. സമുദ്രത്തിന് ഒരു ഇളക്കവും ഉണ്ടായില്ല. രാവണനെ ഭയപ്പെട്ടായിരിക്കണം പാശി അറിഞ്ഞ മട്ടേ ഭാവിച്ചില്ല. രാമന് കോപം ജ്വലിച്ചു, തൃക്കണ്ണുകൾ ചുവന്നു. ലക്ഷ്മണനോട് ചാപ ബാണങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഈ സമുദ്രത്തെ ഇന്ന് ഞാൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഭസ്മമാക്കും. രാമൻ വില്ലുവാങ്ങി അർണവത്തിന്റെ നേർക്ക് മഹാചാപത്തിൽ അമ്പു തൊടുത്തു. ഭഗവാന്റെ പത്മവദനത്തിൽ വൈഷ്ണവ തേജസ് പ്രകാശിച്ചു. രുധിര നയനങ്ങളിൽ നിന്നും തീജ്വാല പറന്നു. വിശ്വരൂപം അവിടെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. ലോകമാകെ പ്രകമ്പനം കൊണ്ടു. ആദിത്യൻ ഭയപ്പെട്ട് അമ്പരമുകിലിനു പിറകിൽ മറഞ്ഞു. പ്രകൃതിയിലാകെ തമസ് ബാധിച്ചു. സാഗര തരംഗങ്ങൾ ക്ഷോഭിച്ചിളകി മറിഞ്ഞു. അതാ വാരിധി നടുവിൽ നിന്നും വരുണൻ പൊങ്ങിവരുന്നു. ഭയാക്രാന്തനായ സാഗരനാഥൻ സാരംഗവംശതിലകന്റെ പാദങ്ങളിൽ വന്നു വീണ് അഭയം അപേക്ഷിച്ചു. ലങ്കയിലേക്ക് കടക്കാൻ വഴി തരണമെന്ന് രാമൻ ആവശ്യപ്പെട്ടു. വരുണൻ പറഞ്ഞു, ഇരുവശങ്ങളിലും തുങ്കങ്ങളായ തരംഗങ്ങൾ ഇളകി മറിയുമ്പോൾ നടുവിൽ സഞ്ചാരയോഗ്യമായൊരു പാത മാത്രം ഉണ്ടാകത്തക്ക വിധം പാരാവാരം പാർശ്വങ്ങളിലേക്ക് മാറി നിൽക്കുക എന്നുള്ളത് പ്രകൃതിക്ക് വിരുദ്ധവും അത്യാപൽക്കരവുമായിരിക്കും. ആയതിനാൽ ഇവിടെ നിന്നും ലങ്ക വരെ ഒരു സേതു നിർമ്മിച്ച് അങ്ങോട്ട് കടക്കുന്നതായിരിക്കും ഉത്തമം. ആ സേതു നിർമ്മാണത്തിന് സഹായകമായ വിധം സമുദ്രജലം ഇരുവശങ്ങളിലേക്കും മാറ്റുന്നതിനും മാറുന്നതിനുമുള്ള സൗകര്യങ്ങൾ അടിയൻ സജ്ജമാക്കി തന്നുകൊള്ളാം. രാമൻ പറഞ്ഞു, അത്രയും ചെയ്താൽ മതി. സേതുബന്ധന കർമ്മങ്ങൾ ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം. ജലാക്രമണം മാത്രം അങ്ങ് പ്രതിരോധിച്ചാൽ മതി. വരുണൻ തുടർന്ന് പറഞ്ഞു, സേതുബന്ധനത്തിന് ദേവശില്പിയായ വിശ്വകർമാവിന്റെ പുത്രൻ നളനെയും അഗ്നിപുത്രനായ നീലനെയും ഭാരമേൽപ്പിക്കണം. അഗ്നിപുത്രന് വെള്ളത്തെ നിയന്ത്രിക്കാനും നളന് പിതൃവഴി ലഭിച്ചിട്ടുള്ള ശില്പകലാ വൈദഗ്ധ്യം കൊണ്ട് സേതു പെട്ടെന്ന് നിർമ്മിക്കാനും സാധിക്കും. കടൽ ജന്തുക്കളുടെ ശല്യം ഉണ്ടാകാതെയും അടിയൻ സൂക്ഷിച്ചുകൊള്ളാം. വരുണന്റെ നിർദ്ദേശം എല്ലാവരും അംഗീകരിച്ചു. രാമൻ വില്ലിൽ തൊടുത്ത ബാണം വരുണന് സഹായകമായി. സമുദ്രത്തിന്റെ പശ്ചിമോത്തര ഭാഗത്ത് ഗാന്ധാരദ്വീപിലെ ദുഷ്ടരാക്ഷസന്മാരെ ലക്ഷ്യമാക്കി വിന്യസിച്ചു. ആ വിശിഷ്ട വിശിഖം ആഭീര മണ്ഡലത്തിലെത്തി ശതകോടി രാക്ഷസന്മാരെ നിഗ്രഹിച്ച് തിരിച്ച് രാമതോണീരത്തിൽ വന്ന് സംസ്ഥിതമായി. ഭഗവാൻ രാമചന്ദ്രൻ സുഗ്രീവാദികളെ വിളിച്ച് സേതുബന്ധന നിർദ്ദേശങ്ങൾ നൽകി. അതനുസരിച്ച് നളന്റെയും നീലന്റെയും പ്രത്യേക നേതൃത്വത്തിൽ സേതുബന്ധന സംരംഭവും സമാരംഭിച്ചു. പർവ്വതതുല്യ ശരീരികളായ 10,000-കണക്കിന് വാനരവീരന്മാർ പർവ്വത ശിഖരങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത വൻ പാറക്കല്ലുകൾ ചുമന്നുകൊണ്ടുവന്ന് സമുദ്രത്തിൽ നിക്ഷേപിച്ചു. നളനും നീലനും കൂടി അവയെ എടുത്ത് ശരിയായ സ്ഥാനങ്ങളിൽ നിരത്തിയും അടുക്കിയും പണികളും പരിതുഷ്ടിയോടെ തുടങ്ങി. എത്രയെത്ര കല്ലുകൾ വരുന്നുവോ അത്രയെത്ര കല്ലുകൾ മുഴുവനും എടുത്ത് സമൃദ്ധമായ നിലയിലാണ് നളൻ ആ ജോലി നിർവഹിച്ചുകൊണ്ടിരുന്നത്. നീലൻ അവനെ സഹായിച്ചുകൊണ്ടിരുന്നു. ബ്രഹ്മപുത്രനും പടുവൃദ്ധനുമായ ജാമ്പവാൻ പോലും കല്ലു ചുമടിൽ പങ്കുകൊണ്ടു. കിഷ്കിന്ധാധിപനായ സുഗ്രീവനും
ഇളമുറയായ അങ്കദനും മന്ത്രിയായ മാരുതിയുമെല്ലാം സ്ഥാനവ്യത്യാസം മറന്ന് മറ്റുള്ളവരുമായി ഏകമനസ്സോടെ ഒപ്പം നിന്ന് ജോലി ചെയ്തു. ഉല്ലാസഭരിതരായി ആ ഭല്ലുക വൃന്ദങ്ങൾ കല്ലുകളും ചുമന്ന് ആർത്തു വിളിച്ചു കൊണ്ടുവരുന്ന ആ കാഴ്ച രാമചന്ദ്രൻ വീക്ഷിച്ചു. പുളകമണിഞ്ഞ് സന്തോഷാശ്രുക്കൾ തൂകി. വാനരന്മാരെ ഉത്സാഹിപ്പിക്കുവാൻ ലക്ഷ്മണനും മുമ്പിട്ട് നിന്നു. ആകെയൊരു അത്ഭുത മഹോത്സവത്തിന്റെ പ്രതീതിയാണ് സേതുബന്ധനോദ്യാമത്തിൽ പ്രകടമായി ദൃശ്യമായത്. ക്ഷീണിതരാകുന്നവരെ സമാശ്വസിപ്പിക്കുവാൻ സമീരണൻ അവിടെ സദാ പാറി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ജയ ജയ രാമ രാമ ജയ ജയ രാമചന്ദ്ര എന്ന വിളി അന്തരീക്ഷത്തിൽ മുഴങ്ങി. ഈ ദൃശ്യം കാണുവാൻ വാനവരും വാനവേദിയിൽ വന്നു നിറഞ്ഞു. ഒരു വലിയ പാറ കുത്തിയെടുത്ത ജാമ്പവാൻ ശിരസിൽ വെച്ച് ചുമന്നുകൊണ്ട് വരുന്നത് കണ്ട് കരുണാർദ്ര മാനസനായി രഘുപതി ചോദിച്ചു, വൃദ്ധനായ അങ്ങ് എന്തിനിത്ര വലിയ കല്ല് ചുമക്കുന്നു? ജാമ്പവാൻ പറഞ്ഞു, ഇത് ഭഗവത് കാര്യമായതുകൊണ്ട് അടിയൻ ഇപ്പോൾ പൂർണ്ണ യുവാവിന്റെ ബലമുണ്ട്. ഈ സേതു ബന്ധിച്ച് സ്വാമിയുടെ പിറകെ അടിയനെ ലങ്ക വരെ നടന്നു വരണം. അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൽ വാർദ്ധക്യം ഒരു തടസ്സമല്ല. ജാമ്പവാന്റെ ഭക്തി കണ്ട് രാമഭദ്രൻ ആ വൃദ്ധ വാനരനെ ഉള്ളു തുറന്ന് അനുഗ്രഹിച്ചു.